എങ്ങോട്ടാ പോന്നെ? ഹലോ, ചിരിക്കാനാണ്. എങ്ങോട്ടാ പോന്നേന്ന്? വേളാങ്കണ്ണി. അമ്മ ഒരു ഹിന്ദു അല്ലേ, പിന്നെ അമ്മ എന്തിനാ വേളാങ്കണ്ണിക്ക് പോകുന്നത്? മുസൽമാനായാലും 20 രൂപ 10 10 10 10 എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ബാക്കി എല്ലാത്തിനും ഗോളായി. Velankanni special via Kalon, Punalur, Chingote is just arriving on platform number. ഹലോ ചേച്ചിമാരെ, ചേട്ടന്മാരെ. അപ്പം നമ്മുടെ അടുത്ത ഒരു വ്ളോഗ് അല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് വേളാങ്കണ്ണി യാത്രയാണ്. അപ്പം എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വിളറി വിണ്ടിരിക്കുന്നതും നമ്മൾ വണ്ടി ഇരുന്നതിന് ഫുഡ് കഴിക്കാനുള്ള കാരണം ഞാൻ നേരെ ജോലിക്ക് പോയിട്ട് വന്നിട്ട് നേരെ പെട്ടെന്ന് കയറുമായിരുന്നു. കാര്യം നമ്മുടെ ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് 2:45 അപ്പം എറണാകുളം വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിനാണിത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശനിയാഴ്ച 2:45 ട്രെയിനിന് നമ്മൾ കയറി. ട്രെയിൻ ഭയങ്കര നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ട്രെയിനാണ്, പക്ഷേ അത്യാവശ്യം പഴയ ട്രെയിനാണ്. പിന്നെ ഇപ്പം കുറേ ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റേതായിട്ടുള്ള വൃത്തിയാക്കലും കാര്യങ്ങളും ഈ ട്രെയിനകത്ത് നമുക്കെല്ലാം കാണാൻ കഴിയും. ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്. ടോയ്ലറ്റൊക്കെ നല്ല ടോയ്ലറ്റുകളാണ്. ഈ ട്രെയിൻ ആക്ച്വലി തുടങ്ങുന്നത് തന്നെ എറണാകുളത്തു നിന്നാണ്. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തു നിന്ന് നമ്മൾ ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് കയറിയത്. നമ്മളിങ്ങനെ പോയി നമ്മൾ കൊല്ലത്ത് ചെന്നിട്ട് ഇത് എൻജിൻ വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് അതുവഴി അത് തെന്മല, പുനലൂർ, ചെങ്കോട്ട, തെങ്കാശി ഈ ഒരു റൂട്ടിലോട്ട് അതിങ്ങനെ പോകും. ആ സമയത്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ആണ് ഇത്. കുറേ റീൽസിനകത്തൊക്കെ കാണുന്ന ഒരു വ്യൂ ആണ്. ശരിക്കും അത് അടിപൊളിയാണ്. പിന്നെ നമ്മൾ രാത്രിയിൽ അടിപൊളി, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ട്രെയിൻ യാത്രയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൊതിച്ചോറ് കഴിച്ചു. പിന്നെ രാവിലെ നമ്മളൊരു 5 മണിയായപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി, വേളാങ്കണ്ണിയിലെത്തി. വേളാങ്കണ്ണിയിലെത്തിയപ്പോൾ തന്നെ നല്ല റഷായിരുന്നു. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്നും നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ ഇറങ്ങുമ്പോൾ തന്നെ കുറേ ഓട്ടോക്കാരൻ ചേട്ടന്മാർ നമ്മളിങ്ങനെ പിടിക്കാൻ വേണ്ടി നിൽപ്പുണ്ടായിരിക്കും. അപ്പം നമ്മൾ അവരെ ആരും കയ്യിൽ പെടരുതെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പം നമ്മൾ കിട്ടുന്ന ഓട്ടോയിൽ കയറി ഞങ്ങൾ കയറി. കാര്യം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ കുറേ പേര് നടന്ന് പോകുന്നവരുണ്ട്. കാര്യം ഇത് അടുത്താണ്. പക്ഷെ നമ്മുടെ അവരൊരു 150 രൂപയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ 100 രൂപ കൊടുത്തു. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൂം എടുക്കാൻ നേരമാണ്. റൂം എടുക്കാൻ നേരം അവരെപ്പോഴും നമ്മുടെ അടുത്ത് പറയും റൂമില്ല, ഒരു റൂമേ ഉള്ളൂ, അത് 4000 രൂപയാണ്. 4000 രൂപയൊക്കെയാണ് AC റൂമിനൊക്കെ പറയുന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളോട് ഭയങ്കര രീതിയിലാണ് അവർ പൈസയൊക്കെ ചോദിക്കുന്നത്. അവർ തമിഴ്നാടാണെന്ന് വിചാരിച്ച് നമുക്ക് കുറഞ്ഞ റേറ്റിലൊന്നും അല്ല തരുന്നത്. 4000 രൂപയൊക്കെയാണ് AC റൂമിനൊക്കെ. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല റൂമൊക്കെ കിട്ടി. നമ്മൾ അവിടുന്ന് രാവിലെ ഫ്രഷായി നമ്മൾ ഫുഡ് അവിടെ അടുത്ത് തന്നെ ഒരു ഹാപ്പി ഫുഡോ അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻറ്റോ ഹോട്ടലോ എന്തോ ആണ്. നമ്മൾ അവിടെ കയറി അവർ ഇഡലിയും ഒക്കെയാണ് കഴിച്ചത്. ഞാൻ പൂരിയാണ് കഴിച്ചത്. അത്യാവശ്യം പൂരി കുഴപ്പമില്ലായിരുന്നു. പിന്നെ വട കുറച്ചുകൂടെ ടേസ്റ്റി ആയിരുന്നു. ഇഡ്ഡലി പിന്നെ കുറച്ചൊരു മാതിരി എന്തോ ഒരു പശ പോലെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഇങ്ങനെ ഭിക്ഷയ്ക്ക് വേണ്ടി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പൂക്കളൊക്കെ ഇഷ്ടംപോലെ വിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒന്നെങ്കിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ റൂം നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ ഇതുപോലുള്ള നല്ല നല്ല ഹോട്ടൽസും ഒക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നിങ്ങളപ്പോൾ അതൊക്കെ അവൈലബിൾ ആണോ നോക്കുക. ഇനി പെരുന്നാളിൻ്റെ സമയത്തൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോവുക. അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ പറ്റിക്കപ്പെടാം നമ്മളൊക്കെ. കാര്യം നമ്മളവിടെ ചെല്ലുമ്പോഴേ അവർ നമ്മുടെ അടുത്ത് പറയും റൂമില്ല, ഒരു റൂമേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പന്ന റൂമൊക്കെ നമുക്ക് തരും ഭയങ്കര വിലക്കുറവായിട്ട്. പക്ഷേ അതൊന്നും അല്ല. നമുക്ക് ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് നല്ല റൂമും ഫെസിലിറ്റീസും നമുക്ക് കിട്ടും. പിന്നെ വഴിയോരത്തെല്ലാം ഫുഡ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പം നമുക്ക് അങ്ങനെ ഹൈജീൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്കറിയാമല്ലോ ആ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ അത്ര ഹൈജീനിക് ഒന്നും അല്ല. അപ്പം നമ്മൾ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ അടുത്ത് നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി കഴിക്കുക. നമുക്ക് പിന്നെ അടുത്തടുത്ത് കടകളൊക്കെ ഉണ്ട്. നമുക്കിപ്പം ഒരു ചർച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻഡിൽ മേടിക്കാം. അപ്പോൾ നമുക്ക് ക്യാൻഡിലൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ചർച്ചിൽ നമുക്ക് അകത്തങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ നമുക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തു. പിന്നെ ഈ വേളാങ്കണ്ണി പോകുമ്പം നമ്മൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളി കയറിയിട്ട് നെക്സ്റ്റ് പോകുന്ന അടുത്ത പള്ളിയിലോട്ടായിരിക്കും. പിന്നെ ഇവിടെ പണി നടക്കുകയൊന്നുമല്ല. ഇപ്പോൾ പെരുന്നാൾ 29-ാം തീയതി ആണ് പെരുന്നാൾ. അപ്പം അതിൻ്റേതായിട്ടുള്ള പെയിൻറ്റിങ്ങും പരിപാടികളും
പരിപാടികളും ഒക്കെയാണ്. പിന്നെ ഈ ആദ്യം പള്ളി കയറിയപ്പോൾ ചോദിച്ചു അതാണ് വേളാങ്കണ്ണി എന്ന്. കുറച്ച് ഞാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതല്ല വേളാങ്കണ്ണി, ഇതാണ് വേളാങ്കണ്ണി എന്ന്. ഇവിടെ നമുക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു നേർച്ചയാണ് ഈ മുട്ടിൽ എഴഞ്ഞുള്ള ഒരു നേർച്ച. ഞാൻ നേർച്ചയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്കിത് ചെയ്യണമെന്ന് എന്തോ ഒരു ആഗ്രഹം, എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി എനിക്കൊന്ന് മുട്ടിൽ എഴയണം. അപ്പം ഞാൻ വിചാരിച്ചത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, 1 കിലോമീറ്ററോളം നമ്മളിങ്ങനെ മുട്ടയിൽ ഇഴയണം. എൻ്റെ കാലിൻ്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ജീൻസൊക്കെ ഇട്ടിട്ടാണ് മുട്ടയിൽ ഇഴഞ്ഞത്. ആഗ്രഹം നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം എഴയാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇത് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തതാണ്. നമ്മളങ്ങനെ അവിടെ വിശ്രമിച്ച് കുറച്ച് നേരം ഇരുന്നു. അടുത്തൊരു പള്ളി, അവിടെ നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു, അവിടെ ഫുള്ള് പണിയൊക്കെ നടന്നുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ലൈറ്റിങ്ങും പിന്നെ പെയിൻറ്റിങ്ങും പരിപാടികളും പെരുന്നാളിൻ്റേതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസാണ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ ഇപ്പോൾ പറ്റുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നതും ഒക്കെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, ഈ ഒരു നേർച്ചയാണ് നമുക്ക് മെയിനായിട്ട് കാണുന്നത്. കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ അമ്മൂമ്മമാർ വരെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം കാഴ്ച തന്നെയാണ്. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന വലിയൊരു യേശുപ്പച്ചൻ്റെ ഒരു വലിയൊരു പ്രതിമ ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ചേച്ചി ഇരുന്ന് മാങ്ങ വിറ്റുകൊണ്ടിരിക്കുന്നത് കണ്ടു. അവിടെ ഒരു മാങ്ങയ്ക്ക് 50 രൂപയാണ്. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ മാങ്ങാ സീസണൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എങ്കിൽ പോലും അവിടെ അവർ കൂടുതലും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ പള്ളിയുടെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലോട്ട് പോകും. അപ്പോൾ ബീച്ചിലോട്ട് പോകുന്ന ഈ 2 സൈഡുകളിലും ഫുള്ള് കടകളാണ്. 10 രൂപ കടകൾ, 20 രൂപ കടകൾ. പക്ഷെ നിങ്ങൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ തരുന്ന ഒരു സജഷനുമാണ് നിങ്ങൾക്ക്, ഈ 10 രൂപ കടകളെല്ലാം 3G കടകളാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഈ 10 രൂപ അല്ലെങ്കിൽ 20 രൂപ എന്നൊക്കെ എഴുതിയിരിക്കുന്ന കടകളിലൊക്കെ ഒരു സാധനത്തിന് വല്ലതും കാണും 10 രൂപ 20 രൂപ, ബാക്കി എല്ലാത്തിനും വില കൂടുതലായിരിക്കും. ഇവർ ചുമ്മാ ട്രേഡ് സീക്രട്ട് പോലെ അല്ലെങ്കിൽ അവർ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ പരിപാടികളാണ്. പിന്നെ അവിടെ തന്നെ നമ്മുടെ പളനിയിലെ പോലെ തലമുടി ഷേവ് ചെയ്ത് കൊടുക്കും. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ വേളാങ്കണ്ണിയിലെ മീൻ വറുത്തത്. ഞാനൊരു സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തില്ല. പക്ഷേ എൻ്റെ ഫുഡിൻ്റെ മറ്റൊരു വ്ളോഗ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പിന്നെ ബീച്ചിൽ ഇറങ്ങാഞ്ഞത് ഈ പെരുവെയിലായതുകൊണ്ട് വീണ്ടും ഞാനൊരു സജഷൻ പറയുകയാണ്, നിങ്ങൾ വരുവാണെങ്കിൽ ഒരു വൈകിട്ടൊക്കെ ഇറങ്ങണം ഈ ഒരു ഏരിയയിലൊക്കെ. കാര്യം അപ്പോൾ ഒരു രസമായിരിക്കും, നമുക്ക് എല്ലാം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പെരുവെയിലത്തൊക്കെ എന്നെക്കൊണ്ട് പറ്റൂല. പിന്നെ കടകളൊക്കെ എല്ലാം എക്സ്പെൻസീവാണ്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചീപ്പ് റേറ്റിലൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല. അവരും പഠിച്ച കള്ളന്മാരെന്ന് പറയുന്ന പോലെ അവർക്കും ഇപ്പോൾ എല്ലാം അറിയാം. പിന്നെ ഞാൻ വേറൊരു സജഷനും കൂടെ പറയാം. പൊരിഞ്ഞ വെയിലത്ത് നിങ്ങൾക്ക് ഒന്ന് AC കൊള്ളണമെങ്കിൽ ഇങ്ങനത്തെ ചില്ലിട്ട കടകളിലേക്ക് കയറി ഒന്ന് ആശ്വാസപ്പെടുക. അപ്പോൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.